ത്രിപുര, മേഘാലയ, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ത്രിപുരയിൽ ഫെബ്രുവരി 16-ന് വോട്ടെടുപ്പ് നടക്കും. വിജ്ഞാപനം ജനുവരി 21-ന് പുറത്തിറങ്ങും. നാമനിർദ്ദേശ പത്രിക 30 വരെ നൽകാം. നാഗാലാൻഡിലും മേഘാലയയിലും ഫെബ്രുവരി 27-നായിരിക്കും വോട്ടെടുപ്പ്. 31 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. മാർച്ച് 2-നാണ് 3 സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ. ലക്ഷദ്വീപിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് 27-ന് നടക്കും. മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് പ്രഖ്യാപനം. Date of issue of notification in case of Tripura would be January 21 and last date of making nominations January 30. We will also put it on social media's account of ours immediately so that you can take this. You can put it right now. So if you want, it can be downloaded from our sweep handle. Meghalaya and Nagaland would have it on 31st January and thereafter both of them have the poll together. The date of poll would be February 16th in case of Tripura and February 27th. So we are finishing all the polling in the February 27th, within February itself. This is to take into account, this has taken into account that the examinations schedules are also taken into account and that children are not really disturbed by this to the extent possible. So since most of the exams are by and large in March, we have tried to finish this in February itself, and no polling station is in any school which is a CBSE related school whose CBSE schedule has come. So there is only one paper before this, but we have ensured that in no school there is a CBSE center or a CBSE school. Meghalaya and Nagaland poll on the same day. That means the February 27th would be date of poll and January 31st being the date of notification. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളല്ല ഇവ മൂന്നും. പക്ഷേ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് ത്രിപുരയിൽ ഉൾപ്പെടെ BJP ഭരണത്തിലേറിയ പശ്ചാത്തലം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഏതാണ്ട് 3 സംസ്ഥാനങ്ങളിലായി 65 ലക്ഷത്തോളം ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തുക എങ്കിൽ പോലും ആ നിലയിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ്, ഒപ്പം മറ്റ് ക്രമീകരണങ്ങൾ? 3 സംസ്ഥാനങ്ങളിലായി 62.8 ലക്ഷം വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലെത്തുക. ഇതിൽ 31.47 ലക്ഷം പേർ സ്ത്രീകളാണ് എന്നതും ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾ കൂടുതലും ഈ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിൽ മുൻപന്തിയിലാണ്. അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന റേറ്റും കൂടുതലാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നു. 1.76 ലക്ഷം വോട്ടർമാർ ആദ്യമായി പോളിംഗ് ബൂത്തിൽ എത്തുന്നവരാണ്. 3ഇടത്തും ഒറ്റ ഘട്ടമായി തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. 9125 പോളിംഗ് സ്റ്റേഷനുകളാണ് തയ്യാറാകുന്നത്. ഇതിൽ 70% പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ടാകും. 376 പോളിംഗ് സ്റ്റേഷനുകൾ വനിതാ ജീവനക്കാരാണ് മുഴുവനായും നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ കൂടി ഈ തെരഞ്ഞെടുപ്പുകൾക്കുണ്ട്. ഏതായാലും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ചെറിയ സംസ്ഥാനങ്ങളാണ്. 60 നിയമസഭാ സീറ്റുകളാണ് ഈ 3 സംസ്ഥാനങ്ങളിൽ ഉള്ളതെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഇനി വരാനിരിക്കുന്ന മറ്റ് തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള അതിൻ്റെ ഫലങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയായിരിക്കും. BJPക്കും കോൺഗ്രസിനും ഇത് വളരെ നിർണായകപരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്തൊക്കെ പ്രതിഫലനങ്ങൾ അതിൽ ഉണ്ട് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ളൊരു ശ്രമം വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ത്രിപുരയിൽ നമുക്കറിയാം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ വിജയം കാണുകയും ചെയ്തു. കഴിഞ്ഞ 2018 തെരഞ്ഞെടുപ്പിൽ
വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ത്രിപുരയിൽ BJPക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. മേഘാലയയിലും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നെങ്കിലും ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ BJPക്ക് ഭരണത്തിൽ എത്താൻ കഴിഞ്ഞു. നാഗാലാൻഡിലും BJPക്ക് കരുത്തുള്ള സർക്കാർ തന്നെ വന്നു. ഈ മേഖലകളിലൊക്കെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം ലക്ഷദ്വീപിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതിയും വന്നിരിക്കുന്നു. ലക്ഷദ്വീപിൽ 27-ന് തെരഞ്ഞെടുപ്പ് നടക്കും. അവിടെ ലക്ഷദ്വീപിൽ MP ആയി കഴിഞ്ഞ തവണ ജയിച്ച മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയിരുന്നു. വധശ്രമക്കേസിൽ 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതോടുകൂടിയാണ് മുഹമ്മദ് ഫൈസൽ അയോഗ്യനായത്. ആ ഘട്ടത്തിലാണ് ലക്ഷദ്വീപിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അസംബ്ലി സീറ്റുകളിലേക്കും ലക്ഷദ്വീപിലെ പാർലമെൻറ്റ് സീറ്റിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാർച്ച് 2-ന് വോട്ടെണ്ണൽ നടക്കും. അതോടുകൂടി ഇത് ചിത്രം വ്യക്തമാവുകയും ചെയ്യും. ത്രിപുര, നാഗാലാൻഡ്, മേഘാലയ എന്നീ 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിച്ചത്. ഒപ്പം ലക്ഷദ്വീപിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് മനു ഭരത് നൽകിയത്. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട ജപ്തി നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഈ മാസം 23-നകം നൽകണമെന്നും കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകുന്നതിൽ ഹൈക്കോടതി അതൃപ്തി അറിയിച്ചു. ജപ്തി നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് സർക്കാരിന് കോടതി അന്ത്യശാസനവും നൽകി. ജസ്റ്റിസ് ശങ്കരൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ജപ്തി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് ഈ മാസം 23-നകം നൽകണം. ജില്ലാടിസ്ഥാനത്തിലായിരിക്കണം റിപ്പോർട്ട് നൽകേണ്ടതെന്നും നിർദ്ദേശമുണ്ട്. ജപ്തി നടപടികൾക്ക് നോട്ടീസ് നൽകേണ്ടതില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വിശദീകരിച്ചു. മിന്നൽ ഹർത്താലിൽ 5 കോടിയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കൊല്ലത്ത് ഇന്നും NIA റെയ്ഡ്. ചാത്തിനാംകുളം സ്വദേശി നിസാറുദ്ദീന്റെ വീട്ടിലായിരുന്നു പരിശോധന. ഇയാൾ നേരത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു. നിസാറുദ്ദീന്റെ ഡയറിയും ആധാർ കാർഡും NIA സംഘം പിടിച്ചെടുത്തു. മറ്റു ചില രേഖകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് നിസാറുദ്ദീൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പുലർച്ചെ 3-ന് ആരംഭിച്ച റെയ്ഡ് 6:30-ക്ക് അവസാനിച്ചു. കിളികൊല്ലൂർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. റെയ്ഡിന് തൊട്ടുമുമ്പേ ആണ് കിളികൊല്ലൂർ പോലീസിനെ NIA വിവരം അറിയിച്ചത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചി യൂണിറ്റാണ് റെയ്ഡ് നടത്തിയത്. ഇന്നലെ ചവറയിൽ നടത്തിയ റെയ്ഡിൽ മുക്കുത്തോട് സ്വദേശി മുഹമ്മദ് സാദിഖിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ദുർബലമാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ പദവി ദുരുപയോഗം ചെയ്യുന്നു. ഹിന്ദിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പ്രാദേശിക ഭാഷകളെ ബാധിക്കുമെന്നും അദ്ദേഹം വിമർശിച്ചു. തെലങ്കാനയിൽ BRS സംഘടിപ്പിച്ച കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ പൊതുസമ്മേളനത്തിലാണ് പിണറായി വിജയന്റെ വിമർശനം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജനതാദൾ എസിൽ ലയിക്കാനുള്ള LJDയുടെ തീരുമാനത്തിന് JDS സംസ്ഥാന സമിതിയുടെ അംഗീകാരം. മാത്യു ടി തോമസ് അധ്യക്ഷനായി തുടരും. MP ശ്രേയാംസ് കുമാർ JDS ദേശീയ സെക്രട്ടറിയാകും. 7 വീതം ജില്ലാ കമ്മിറ്റികളുടെ അധ്യക്ഷ സ്ഥാനം ഇരുവിഭാഗങ്ങളും പങ്കിടാനും ധാരണയായി. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇടതുമുന്നണിയിലെ 2 ജനതാ പാർട്ടികൾ ഒന്നാവുകയാണ്. CPI നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ലയന നടപടികൾ വേഗത്തിലായത്. കഴിഞ്ഞ ദിവസം ചേർന്ന LJD നേതൃയോഗം JDSൽ ലയിക്കാൻ തീരുമാനമെടുത്തിരുന്നു. 2 പാർട്ടിയിലെയും സാധാ പ്രവർത്തകരുടെ വികാരത്തെ കണക്കിലെടുത്തുമാണ് ഈ തീരുമാനത്തിലേക്ക് പാർട്ടി നീങ്ങുന്നത്. ഇനി 2 പാർട്ടിയായിട്ടല്ല, ഒരൊറ്റ പാർട്ടിയായി കേരളത്തിലെ ജനതാദൾ പ്രസ്ഥാനം മുന്നേറാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉപാധികളില്ലാതെയാണ് ലയനമെന്ന് നേതൃത്വം പറയുന്നുവെങ്കിലും പദവികൾ പങ്കിടലിൽ ഏകദേശ ധാരണയായി കഴിഞ്ഞു. അധ്യക്ഷ സ്ഥാനം തുടർന്നും ഇപ്പോഴത്തെ JDSന് തന്നെയായിരിക്കും. സീനിയർ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി ജനറൽ പദവികൾ ഇരുവിഭാഗവും പങ്കിടും. നിയമസഭാ കക്ഷി നേതൃസ്ഥാനം LJD ആവശ്യപ്പെടുന്നെങ്കിലും അത് വിട്ടു നൽകാൻ സാധ്യതയില്ല. LJDക്ക് 1, JDSന് 2 MLAമാരാണ് ഇപ്പോൾ നിയമസഭയിലുള്ളത്. മന്ത്രിസ്ഥാനത്തിലും മാറ്റമുണ്ടാകില്ല. K കൃഷ്ണൻകുട്ടി മന്ത്രിയായി തുടരും. ലയനകാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ഇരു പാർട്ടികളും 7-അംഗ സമിതിയെയും തീരുമാനിച്ചു. വൈകാതെ ലയന സമ്മേളനം നടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.
യൂത്ത് ലീഗ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. 1 മണിക്കൂറോളം തലസ്ഥാനത്തെ യുദ്ധക്കളമാക്കി മാറ്റിയ മാർച്ചിൽ 10 പ്രവർത്തകർക്കും 3 പോലീസുകാർക്കും പരിക്കേറ്റു. മാധ്യമപ്രവർത്തകരെയും സമരക്കാർ ആക്രമിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. പാലായിൽ തീരുമാനമെടുക്കാനാകാതെ CPIM. ബിനു പുളിക്കക്കണ്ടത്തെ നഗരസഭാ ചെയർമാനാക്കാൻ ആകില്ലെന്ന് ജോസ് കെ മാണി വിഭാഗം കടുത്ത നിലപാടെടുത്തതോടെയാണ് CPIM പ്രതിസന്ധിയിലായത്. തർക്കം തുടരുന്നതിനിടെ ഇന്ന് നടക്കാനിരുന്ന യോഗങ്ങളെല്ലാം നാളത്തേക്ക് മാറ്റി. വിവാദങ്ങളിൽ തന്റെ പേര് വലിച്ചിഴയ്ക്കുകയാണ് എന്ന് ജോസ് കെ മാണി CPIMന് പരാതി നൽകി. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസംഗ കേസിൽ CBI അന്വേഷണ ആവശ്യം അപക്വമെന്ന് ഹൈക്കോടതി. അന്വേഷണ സംഘത്തിന്റെ റഫറൽ റിപ്പോർട്ടിന് എതിരെ തടസ്സ ഹർജിയുമായി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് AA സിയാദ് റഹ്മാൻ നിരീക്ഷിച്ചു. കേസിൽ സജി ചെറിയാനെതിരെ തെളിവില്ലെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ റഫർ റിപ്പോർട്ട്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വെച്ച് സജി ചെറിയാൻ ഭരണഘടനയെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചു എന്നാണ് കേസ്. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനയിടഞ്ഞു. സിദ്ധാർത്ഥൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നീരിലായിരുന്ന ആനയെ കെട്ടുതറയിൽ നിന്ന് അഴിക്കുന്നതിനിടയിൽ ഓടുകയായിരുന്നു. ആനക്കോട്ട റോഡിലേക്ക് ഇറങ്ങി തമ്പുരാൻപടി ജംഗ്ഷൻ വരെ ഓടിയ ആനയെ അവിടെ വെച്ച് പാപ്പാന്മാർ തളച്ചു. പിന്നീട് ആനക്കോട്ടയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇടഞ്ഞ് ഓടിയ ആന നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പാലക്കാട് ധോണിയിൽ ഇന്ന് പുലർച്ചെയും PT7 ഇറങ്ങി നാശം വിതച്ചു. നെൽകൃഷി നശിപ്പിച്ച കാട്ടാന വീടിന്റെ ചുറ്റുമതിലും തകർത്തു. ഇതിനു പുറമെ അകത്തെ തറയിൽ കാട്ടാനക്കൂട്ടവും ഇറങ്ങി. ധോണി കുന്നത്തുകളത്തിലാണ് പുലർച്ചെ PT7 ആദ്യമെത്തിയത്. പ്രദേശവാസിയായ ഗോപാലകൃഷ്ണന്റെ വീടിന്റെ ചുറ്റുമതിൽ തകർത്തു. നെൽകൃഷി നശിപ്പിച്ചു. ഞാൻ ഈ പുറത്തുനിന്ന് ശബ്ദം കേട്ടിട്ട് ബാക്കിൽ നോക്കുമ്പോൾ ഇങ്ങോട്ട് ഈ മതിലിനെ ഇടിച്ചിട്ട് താഴത്തു കൂടി ഇറങ്ങി വന്നു. താഴത്തു കൂടി ഇറങ്ങി പാടത്തേക്ക് ഇറങ്ങിപ്പോയി. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ആന കൊണ്ട് ഭയങ്കര ശല്യം തന്നെയാണ്. ഇന്നലെ രാത്രി ഉറക്കമില്ല ശരിക്കും പറഞ്ഞാൽ. ശിവേട്ടൻ നിലവിളിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ ആന അവിടെ പാടത്ത് പഞ്ചം നശിപ്പിക്കുന്നതാണ് കണ്ടത്. ഇന്നലെ വന്ന് PT7 ഉറപ്പാണ്. അത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ലൈവായിട്ട് നമ്മൾ അടുത്തുനിന്ന് കണ്ടതാണ്. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ജനങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. വല്ല ഭീഷണിയിലാണ്. ഏതായാലും ഈ ഉടനെ പിടിക്കുന്നുള്ള ധാരണയിൽ ഇപ്പോൾ സർക്കാർ ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. പിടിക്കാൻ കഴിയണം എന്താണെന്ന് അറിയില്ല. ഉദ്യോഗസ്ഥന്മാരുടെ കഴിവ് കൊണ്ടാണോ ഇനി വേറെന്ന് അറിയില്ല. ഏതായാലും പിടിച്ചിരിക്കുന്നതാണോ അവർ ഉറപ്പ് തരുന്നത്. ഏതായാലും ജനങ്ങളെ കാത്തിരിക്കില്ല. പക്ഷേ ഏത് നിമിഷവും അപകടമായിട്ട് ഒരു സ്ഥിതിയാണ് ധോണി മേഖലയിലുള്ളത്. ധോണിയിൽ PT7 ആണെങ്കിൽ അകത്തെത്തറയിൽ കാട്ടാനക്കൂട്ടമാണ് നാശം വിതച്ചത്. NSS എഞ്ചിനീയറിംഗ് കോളേജിന്റെ മതിൽ തകർന്നു. കൃഷിയും നശിപ്പിച്ചു. 22-നകം കാട്ടാനയെ പിടിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് നാട്ടുകാർ. 22-ാം തീയതി പിടിച്ചില്ലെങ്കിൽ 23 മുതൽ ജനകീയ സമിതിയിൽ സമരം, അനിശ്ചിതകാല സമരം ഉണ്ടാവും. അതല്ലെങ്കിൽ ഇത് ഒന്നിനും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. വേറെ ആനകൾ ഇറങ്ങുന്നുണ്ട്. അതിനെ റബ്ബർ ബുള്ളറ്റ് വെച്ചിട്ടോ നിങ്ങൾ അടിച്ചു ഓടിക്കാനുള്ള സംവിധാനം കാണണം. PT7 പിടികൂടാൻ വയനാട്ടിൽ നിന്നുള്ള ദൗത്യസംഘം ഇന്നെത്തുമെന്ന് അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. പട്ടാപ്പകൽ പട്ടാമ്പി മുളയങ്കാവ് ടൗണിൽ കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങി. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. വലിയ കാട്ടുപന്നികളും കുട്ടികളും അടക്കം 11ഓളം വരുന്ന കാട്ടുപന്നിക്കൂട്ടമാണ് മുളയങ്കാവ് ടൗണിൽ ഇറങ്ങിയത്. ധോണിയിൽ നിരന്തരം കാട്ടാന ഇറങ്ങുന്നത് മൂലം നെൽകൃഷി ഉപേക്ഷിക്കുകയാണ് എന്ന് മേലേധോണി സ്വദേശി രാമകൃഷ്ണൻ. രാമകൃഷ്ണന്റെ 1.5 ഏക്കർ നെൽപ്പാടത്ത് 5 തവണയാണ് കാട്ടാന ഇറങ്ങിയത്. ഇത് 1 ഏക്കർ 51 സെൻറ്റിലാണ് ഈ കൃഷി ചെയ്തത്. കഴിഞ്ഞ വർഷം ആന ഇറങ്ങി എനിക്കൊന്നും കിട്ടിയില്ല.
ആന ഇതുപോലെ തന്നെ 6-7 തവണ ഇറങ്ങി, എനിക്കൊന്നും കിട്ടിയില്ല, നഷ്ടത്തിലായിരുന്നു. പിന്നെ ഈ മണ്ണിനോടുള്ള താല്പര്യം കൊണ്ട് വെറുതെ ഇടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്യണം. എന്താ ഇപ്പോൾ തൊട്ടടുത്ത് നിങ്ങൾ കാണുന്നുണ്ട്, അത് തരിശാണ് കിടക്കുന്നത്. ഇതും അതുപോലെ തന്നെ തരിശാണ്. വെറും വാക്കല്ല, ശരിക്കും മടുത്തിട്ടാണ് പ്രായം 70 കഴിഞ്ഞ ഈ മനുഷ്യൻ പറയുന്നത് കൃഷി ഉപേക്ഷിക്കുകയാണെന്ന്. 5 തവണയാണ് ഇത്തവണ രാമകൃഷ്ണന്റെ പാടത്ത് കാട്ടാന ഇറങ്ങിയത്. ഇന്നലെ ഫോറസ്റ്റുകാരാണ് ആട്ടിവിട്ടത്. മിനിഞ്ഞാന്ന് ഇറങ്ങുമ്പോൾ, അതായത് 2 ദിവസം മുന്നേ ഇറങ്ങുമ്പോൾ ആ ഭാഗത്ത് ആന ഇറങ്ങി. ആ ഭാഗത്തു നിന്ന് ആന വടക്ക് ഭാഗത്ത് ഇറങ്ങിയിട്ട് നേരെ ആന ഈ റബ്ബർ തോട്ടത്തിനകത്ത് കയറി. അവർ കണ്ടില്ല എന്നാണ് പറയുന്നത്. കാണാതെ ആന പിന്നെ വന്ന് നശിപ്പിക്കുകയായിരുന്നു, ഇവിടെ നശിപ്പിക്കുകയായിരുന്നു. ഒരു 1/2 ഏക്കർ പൂള കൃഷി ചെയ്തിരുന്നു. അത് അവർക്കൊന്നും കിട്ടിയില്ല, കംപ്ലീറ്റ് നശിപ്പിച്ചു കൊണ്ടുപോയി. ഇതിപ്പോൾ ഇനി കൊയ്യണമെങ്കിലും ഇനി ഒരാഴ്ച കഴിയണം. ഈ ഒരാഴ്ചൻ്റെ ഇടയിൽ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും ഉണ്ടായില്ല. വിത്ത് വിതച്ച് വിളവെടുക്കുന്നത് വരെയുള്ള ഒരു കർഷകന്റെ അധ്വാനമെല്ലാം ഒറ്റ രാത്രിയിൽ കാട്ടാന ചവിട്ടിമെതിക്കുമ്പോൾ പിന്നെന്ത് ചെയ്യാനാണ്? എല്ലുമുറിയെ പണിയെടുത്ത് അന്തിമയങ്ങുമ്പോൾ ഒന്ന് മയങ്ങണം. പക്ഷേ കാട്ടാന ഉറക്കം കെടുത്തിയിട്ട് നാളേറെയായി. ഈ പ്രായത്തിൽ ഇനി വയ്യ. അതുകൊണ്ടാണ് നെൽകൃഷി വേണ്ടെന്ന് വെക്കുന്നത്. നിസ്സഹായത നിറഞ്ഞ ഈ വാക്കുകളിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട് വേദന. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. കായം പൊടി, കായംകട്ട എന്നിവ പുറത്തിറക്കി ഈസ്റ്റേൺ കോണ്ടിമെന്റ്സ്. CEO നവാസ് മീരാനും CMO മനോജ് ലാൽവാനിയും ചേർന്നാണ് പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. 20, 50, 100 ഗ്രാം കായം പൊടിയും 50 ഗ്രാമിന്റെ കായം കട്ടയുമാണ് പുറത്തിറക്കിയത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.